ബ്രസീൽ വേഴ്സസ് ജപ്പാൻ പ്രീ ക്വാർട്ടറിലേക്ക് ക്വാളിഫൈ ആയിരിക്കാണ് ആൻസലോട്ടിയുടെ ബ്രസീൽ. വാട്ട് എ മാച്ച്, കിടിലൻ മാച്ച് ആയിരുന്നു, ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരുന്നു. ആൻസലോട്ടിയുടെ ബ്രസീലിൽ നിന്ന് എന്താണോ ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു കളി കാണാൻ പറ്റി. ആൻസലോട്ടിയുടെ ആ ഒരു ടീമിന്റെ ഓറ അത് ഈ ഒരു മാച്ചിൽ കാണാൻ പറ്റി. കംപ്ലീറ്റ് എന്റർടൈനർ ആയിരുന്നു. ഒരു ബ്രസീലിന്റെ ഒരു അന്യായ കംബാക്ക് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ പറ്റിയത്. കിടിലൻ ഫുട്ബോൾ, ജപ്പാനെ വിറപ്പിച്ചു. ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിനെ ജപ്പാൻ ഔട്ട് പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ജപ്പാന്റെ കിളി പോയി എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കളിയാണ് സെക്കൻഡ് ഹാഫിൽ ബ്രസീൽ കളിച്ചത്. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ നല്ല രീതിക്ക് ബ്രസീൽ സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റത്തെ ഒരു 10 മിനിറ്റ്. പക്ഷേ അതിനുശേഷം ജപ്പാൻ കളിയിലേക്ക് വരുന്ന കാണാൻ പറ്റി. ബ്രസീൽ കളിക്കേണ്ട ഫുട്ബോൾ ജപ്പാൻ കളിക്കുന്ന കാണാൻ പറ്റി. ടെക്നിക്കലി അവർ അടിപൊളിയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അങ്ങനെ ഫസ്റ്റ് ഗോൾ വരുന്നത് കസമീറോയുടെ ഒരു മിസ്റ്റേക്ക് എന്നാണ് ഫസ്റ്റ് ഗോൾ വരുന്നത്. കസമീറോയുടെ ഒരു മിസ് പാസ്, അത് മിഡിൽ നിന്ന് ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് പോയിട്ടാണ് ജപ്പാൻ ഒരു ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. ഒരു അടിപൊളി ഫിനിഷിംഗ് ആയിരുന്നു. ഗബ്രിയലിന്റെ ഒരു ഡിഫൻസീവ് മിസ്റ്റേക്കും അവിടെ കാണാൻ പറ്റി. എന്തായാലും അങ്ങനത്തെ ഒരു ഗോൾ നിന്നാണ് ജപ്പാൻ സ്റ്റാർട്ട് ചെയ്തത്. ആ ഗോൾ വന്നതിന് ശേഷം ജപ്പാൻ തന്നെ കളിച്ചു. ബ്രസീലിന്റെ ഡൗൺ ആയിരുന്നു. ജപ്പാന്റെ ഒരു നല്ലൊരു പാസിങ്ങും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റി. ജപ്പാന്റെ സ്ട്രെങ്ത് അതാണ്, അവർ ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. പാസിംഗ് ആണ് അവരുടെ കൗണ്ടർ അറ്റാക്കിലത്തെ ആ ഒരു ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ നൈസാണ്, അതാണ് അവരുടെ സ്ട്രെങ്ത്. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ കളി മാറി. ദ റിയൽ ബ്രസീൽ, ആൻസലോട്ടിന്റെ ബ്രസീൽ ഓൺ ആയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ തുടങ്ങിയത് തന്നെ കിടിലായിട്ടാണ്. അവരുടെ ആ ഒരു പ്ലാനെ മാറ്റി, ക്രോസുകൾ സ്പാം ചെയ്യാൻ തുടങ്ങി. ജപ്പാന്റെ പ്ലേയേഴ്സിന് ആ ഒരു ഹൈറ്റ് ഇല്ലാത്ത ആ ഒരു വീക്ക്നെസ് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഫസ്റ്റ് ഗോൾ വരുന്നത്. അതിന് മുമ്പ് 1-2 അറ്റംപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഹെഡേഴ്സ് ഉണ്ടായിരുന്നു ബ്രൂണോ ഗൊമേറസിന്റെ ഒക്കെ. അത് സുസുക്കി ആണെങ്കിൽ അടിപൊളിയായിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ജപ്പാന്റെ കീപ്പർ. അങ്ങനെ ഫസ്റ്റ് ഗോൾ വരുന്നത് കസമീറോ ആണ്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു മിസ്റ്റേക്കിന് ഒരു റിഡംഷൻ എന്ന് പറയുന്ന പോലെ തന്നെ കസമീറോ ആണ് ആ ഒരു ഗോൾ അടിച്ചത് സെക്കൻഡ് ഹാഫിൽ. ആ ഒരു അടിപൊളി ഹെഡർ ആയിരുന്നു. ഗബ്രിയലിന്റെ ഒരു കിടിലം പിൻ പോയിന്റ് ക്രോസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ ജപ്പാനെ ഒന്നും ചെയ്യാൻ തന്നെ വിട്ടില്ല. ജപ്പാൻ ജസ്റ്റ് നോക്കി നിൽക്കുക എന്ന് മാത്രമല്ലായിരുന്നു, ബോക്സിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുക, അത് മാത്രമേ ജപ്പാന് ചെയ്യാനുള്ളായിരുന്നു. അതവര് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ബ്രസീലിന്റെ ആ ഒരു ഡെപ്തിനോട് ജപ്പാന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ എൻട്രിക്കിനെ ഇറക്കി ആൻസലോട്ടി. അത് നല്ലൊരു മൂവ് ആയിരുന്നു. എൻട്രിക്ക് ഒരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആളിറങ്ങിയതിനു ശേഷമാണ് വിനീഷ്യസിന് കുറച്ചുകൂടെ ഒന്ന് സ്പേസ് കിട്ടി തുടങ്ങിയത്. ഫസ്റ്റ് ഹാഫിൽ വിനീഷ്യസ് ലോക്കായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ ഒരു ഗോളിന് ശേഷം, കസബീറോയുടെ ആ ഗോളിന് ശേഷം വിനീഷ്യസിന്റെ ഒരു ട്രൈ ഉണ്ടായിരുന്നു. അത് കീപ്പർ സേവ് ചെയ്ത് പോസ്റ്റിനാട്ടി പോയി. അതൊരു നല്ല മൂവ് ആയിരുന്നു ബ്രസീലിന്റെ ഭാഗത്തുനിന്ന്. അതിനുശേഷവും മറ്റൊരു ഹെഡർ ഉണ്ടായിരുന്നു, അത് ഗോൾ ലൈൻ സേവ് നടത്തി. അങ്ങനെ ഒരുപാട് ബിഗ് ചാൻസുകൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ബ്രസീൽ ഉണ്ടാക്കിയെടുത്തു. അതിനുശേഷം ആ ഒരു സൂപ്പർ സബ് വരുന്നു, ബ്രസീലിന്റെ സൂപ്പർ സബ് മാർട്ടിനെല്ലി. ആ ഒരു സബ് നല്ലൊരു മൂവ് ആയിരുന്നു ആൻസലോട്ടിയുടെ ഭാഗത്ത് കാണാൻ പറ്റിയത്. അങ്ങനെ ഇഞ്ചുറി ടൈമിന്റെ അവസാനത്തെ മിനിറ്റിലാണ് ഗോൾ വരുന്നത്. 6 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തത്. അതിൽ 5-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു ഗോൾ വരുന്നത്. ബ്രൂണോ ഗൊമേറസിന്റെ ഒരു ബ്രില്യന്റ് പാസ്. അവിടെ മാർട്ടിനെല്ലി ഫ്രീ ആയിരുന്നു, ഒരു കിടിലൻ പാസ് ആയിരുന്നു. അത് മാർട്ടിനെല്ലി നല്ല രീതിക്ക് ഫിനിഷും ചെയ്തു. അങ്ങനെ ഒരു കിടിലൻ കംബാക്ക് ബ്രസീൽ ഫാൻസ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തൊരു മാച്ച് ഇന്ന് കാണാൻ പറ്റി. അടിപൊളി മാച്ചായിരുന്നു, നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. ഇതാണ് ബ്രസീൽ, ഇതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഏതായാലും അടുത്ത റൗണ്ട് ചിലപ്പം ഇംഗ്ലണ്ട് ആയിരിക്കാം. കാത്തിരുന്നാണ് എങ്ങനെയായിരിക്കും ബ്രസീൽ നോക്കൗട്ടിനെ ഫേസ് ചെയ്യുന്നത്. നോക്കൗട്ടിൽ നമുക്കറിയാം ആൻസലോട്ടി ഡേഞ്ചറാണ്. ഡോൺ കാർലോ എന്ന് വെറുതെ വിളിക്കുന്നതല്ല. കപ്പ് ഗെയിംസിൽ ആൻസലോട്ടിക്ക് അറിയാം എങ്ങനെ കപ്പടിക്കണമെന്ന്. ഏതായാലും അത് ഈ വേൾഡ് കപ്പിൽ ആൾ തെളിയിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമന്റ് ചെയ്യാൻ, മാച്ചിനെ കുറിച്ച് മറ്റു നിർത്താം. ഗുഡ് ബൈ.